ഖത്തറിലെ വ്യോമപാത അടച്ചതിന് പിന്നാലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണം ഒപ്പം മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് കൂടിയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ചെറിയ മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അത് അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ, ഉദയ് വ്യോമതാവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. തങ്ങളുടെ ലക്ഷ്യം അമേരിക്കൻ എയർബേസ് ആണ് എന്നാണ് ഇറാൻ വിശദീകരിക്കുന്നത്. പക്ഷേ ആ ആക്രമണത്തെ GCC രാഷ്ട്രങ്ങൾ ഒന്നാകെ അപലപിക്കുകയാണ്. UAE, സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ, ഖത്തറും ഈ ആക്രമണത്തെ അപലപിച്ചു. ഇപ്പോൾ വിവിധ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സമാധാന ചർച്ചകളിലേക്ക് പോകണം, ആക്രമണത്തെ അപലപിച്ചും ഖത്തറിനൊപ്പം നിൽക്കുന്നുവെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെയും പ്രതികരണം വരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തുടരുന്നുണ്ട്. മധു, കഴിഞ്ഞ ആക്രമണം നമുക്കറിയാവുന്നതാണ്. ഞായറാഴ്ച ദിവസം നടന്ന അതിശക്തമായ ആക്രമണം, ബോംബർ വിമാനം ഉപയോഗിച്ച്, ബങ്കർ ബസ്റ്റർ ബോംബർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇപ്പോൾ നേരിട്ട് അമേരിക്കയുടെ ബേസുകളിലേക്ക് ഒരടി വരുമ്പോൾ അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് എങ്ങനെ തിരിച്ചടിക്കുമെന്നതും ഒരു ആശങ്കയും ആകാംക്ഷയും ഒക്കെയായി മാറുന്നു. അത്തരം ഒരു ആശങ്കയ്ക്ക് ഒരു കാരണവും ഇല്ലെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വാഷിംഗ്ടണിൽ നിന്ന് വരുന്നത്. വൈറ്റ് ഹൗസ് തന്നെ ഇന്ന് ചില മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോംബർ ആക്രമണം അല്ലെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വെച്ച് ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എസ്കലേറ്റ് ചെയ്യാനായിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനം എടുക്കത്തില്ല എന്നാണ് വൈറ്റ് ഹൗസിൽ നിന്ന് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് അവർ CNN-നുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. തന്നെയുമല്ല, ഇത് വേണ്ടി വന്നാൽ എസ്കലേറ്റ് ചെയ്യും, പക്ഷേ ഈ ഒരു രീതിയിൽ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇനി മുന്നോട്ട് പോകത്തില്ല. കാര്യം പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം നിലനിർത്തേണ്ടത് അമേരിക്കയുടെയും കൂടെ ആവശ്യമാണ്. തന്നെയുമല്ല, അമേരിക്കയുടെ ഈ സൈനിക ഓപ്പറേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കൃത്യമായി ന്യൂക്ലിയർ പ്ലാന്റുകൾ മാത്രമാണ് അവർ ആക്രമിച്ചത്. തന്നെയുമല്ല, അവർ ഈ ഗൂഗിൾ ഓർക്കുന്നുണ്ട്, ഈ ബങ്കർ ബോംബുകളുമായിട്ട് പോകുന്ന ആ ന്യൂസ് നമ്മൾ 24 ആണ് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കൊച്ചിയുടെ ഭാഗത്തൂടെ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു യഥാർത്ഥ വിമാനങ്ങൾ. പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മിസോറിയിൽ നിന്ന് പോയിരിക്കുന്ന മറ്റു വിമാനങ്ങളായിരുന്നു. പക്ഷേ ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ കൃത്യമായിട്ട് ന്യൂക്ലിയർ പ്ലാന്റുകൾ അമേരിക്ക നശിപ്പിച്ചു. തന്നെയല്ല, നമ്മളിവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒബാമ മുതൽ ഇങ്ങോട്ട് ഇറാന്റെ ഈ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റ് അവരുടെ കണ്ണിലെ കരടായിരുന്നു. അവർക്ക് എല്ലാം ഇങ്ങനെ ഈ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് തകർക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാലും അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇറാന്റെ ശക്തി എല്ലാ രീതിയിലും ക്ഷയിപ്പിച്ചതിന് ശേഷം നമുക്കറിയാം, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഹിസ്ബുള്ള, ഹൂത്തി, അവര് ഈ പറയുന്ന ഇവരുടെ എല്ലാം ശക്തി ക്ഷയിപ്പിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് ഏതാണ്ട് 7-9 ദിവസം ഇവരുടെ വ്യോമ മേഖലയിൽ കടന്നു ചെന്ന് ആക്രമിച്ച് ഈ ഫോർദോയിലെ ഇലക്ട്രിക്കൽ സംവിധാനം വരെ നശിപ്പിച്ചതിന് ശേഷമാണ് അമേരിക്കയുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഒരു കാലത്ത് ഒരു US പ്രസിഡന്റിന് കിട്ടാത്ത ഒരു അവസരം കിട്ടിയപ്പോൾ അത് മുതലെടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. തന്നെയുമല്ല, കാഷ്വാലിറ്റി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ പഴി കിട്ടാനുള്ള സാധ്യതയുമില്ല. ഇനിയിപ്പോൾ ഈ വ്യോമത്താവളത്തിലെ ആക്രമണത്തോടു കൂടി ഇത് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു കാര്യത്തിൽ അമേരിക്കൻ പൗരന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ മുന്നിൽ അഭിമാനത്തോടു കൂടെ തന്നെ നിൽക്കാൻ പറ്റും.